ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തലകുനിപ്പിച്ചതാണ്. ഇനിയൊരു പെണ്ണിനും ഈ ഗതി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകാനും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കാനും ഭരണകൂടത്തിന് കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ ഡോക്ടർ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുൻപ് ഉത്തരാഖണ്ഡിൽ നിന്നും മറ്റൊരു ലൈംഗിക അതിക്രമത്തിന്റെ വാർത്ത. ഡെറാഡൂൺ അന്തർ സംസ്ഥാന ബസ് ടെർമിനലിൽ വെച്ചാണ് കൌമാരക്കാരി പീഡനത്തിനിരയായത്. ബസ്സിനുള്ളിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിക്രൂരമായ സംഭവം നടന്നത് ഓഗസ്റ്റ് 12-നാണെങ്കിലും ഇപ്പോഴാണ് പോലീസ് വിവരം പുറത്തുവിടുന്നത്. സംഭവത്തിൽ ബസ് ജീവനക്കാരടക്കം 5 പേർ പോലീസ് പിടിയിലായി. ധർമ്മേന്ദ്രകുമാർ, രാജ്പാൽ, ദേവേന്ദ്ര, രാജേഷ് കുമാർ സോങ്കർ, രവികുമാർ എന്നിവരാണ് പിടിയിലായത്. ഡൽഹിയിൽ വെച്ചാണ് കുട്ടിയെ കണ്ടതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പഞ്ചാബിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡെറാഡൂണിലേക്കെത്തി പഞ്ചാബിലേക്കുള്ള ബസ് കയറിയാൽ മതിയെന്ന് പ്രതികൾ പെൺകുട്ടിയോട് പറഞ്ഞു. ബസ് ഡെറാഡൂണിലെത്തിയപ്പോൾ മറ്റ് യാത്രക്കാരെയെല്ലാം ഇറക്കിയ ശേഷം ബസ് ഡ്രൈവറായ ദേവേന്ദ്രയും കണ്ടക്ടർ ധർമ്മേന്ദ്രയും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. തൊട്ടടുത്ത ബസ്സിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും ഈ ബസ്സിലേക്ക് കയറി പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു. തുടർന്ന് ISPDയിലെ ബെഞ്ചിൽ പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടിയെ സർക്കാരിന്റെ ബാൽ നികേതനിലേക്ക് മാറ്റി. ഇവിടെ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് ശിശുക്ഷേമ സമിതിയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബസ് തിരിച്ചറിഞ്ഞതും പ്രതികളിലേക്ക് എത്തിയതും. ന്യൂസ് ഡെസ്ക്, News 18.